Good morning to all. Good morning, miss. Good morning, ma'am. Good morning, miss. Good morning, ma'am. Yeah. Good morning, ma'am. To all. Okay, morning. Start ചെയ്യാം നമുക്ക്. Okay. Yeah. Okay, ma'am. Kaya ചൊല്ലിക്കോട്ടെ. All things bright and beautiful, all creatures great and small, all things wise and wonderful, the good Lord made them all. Each little flower that opened, each little bird that sing, He made the growing colors, He made the little swings. All things bright and beautiful, all creatures great and small, all things wise and wonderful, the good Lord made them all. The purple-headed mountain, the river running by, the sunset and the morning, the brightness of the sky. All things bright and beautiful, all creatures great and small, all things wise and wonderful, the good Lord made them all. Ma'am, Okay, then what next? next sign in ആണ് ഞാനാ പറയാൻ പോകുന്നത്. Hello. Okay. പറഞ്ഞോളൂ. Good morning, everyone. Welcome to today's class. I hope everyone is ready to learn something new. Let's have a wonderful and interactive section today. Thank you. Good morning, one and all. Myself, Shivida, presenting thought for the day. Your future is created by what you do today, not tomorrow. It doesn't matter what others are doing. It matters what you are doing. നിന്റെ ഭാവി രൂപപ്പെടുന്നത് നീ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നതല്ല, നീ എന്ത് ചെയ്യുന്നു എന്നതാണ് പ്രധാനം. നമ്മുടെ ജീവിതവും വിജയവും ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് നിർണ്ണയിക്കുന്നത്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ സ്വന്തം ലക്ഷ്യത്തിലും പരിശ്രമത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ഈ വാക്കുകൾ പറയുന്നത്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Okay. Finished? കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? അല്ലേ? എല്ലാം കഴിഞ്ഞല്ലോ? Morning, ma'am. Yeah, morning. Hope എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? How are you all? Fine, ma'am. Fine, miss. Okay, it's been a long day since we met. അല്ലേ? നമ്മൾ ഒരുപാട് കുറച്ച് നാളായി കണ്ടിട്ട്. ഇവിടെ ആയിരുന്നു നിങ്ങളെ കണ്ടില്ലല്ലോ. എവിടേക്കായിരുന്നു? How are you, ma'am? Yeah, I'm always good. പിന്നെന്താണ്? സുഖമല്ലേ എല്ലാവർക്കും? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എല്ലാവരും? Yes, കഴിച്ചു. yes, miss. നമ്മള് പ്രസന്റേഷൻ ആയിരുന്നു അല്ലെ? പ്രസന്റേഷൻ ചെയ്തിട്ട് ഞാൻ ആ വഴി പോയി, പിന്നെ ഇങ്ങോട്ട് വന്നില്ല അല്ലെ? അതാണ് സത്യം. കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? അച്ചൊക്കെ അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു. റെഡിയാണോ നിങ്ങള്? ഞാൻ വിചാരിച്ചത് മടിയായിരിക്കുമെന്ന്. ഇത്രയും ദിവസമായല്ലോ, ഇനി എങ്ങനെയാ പ്രസന്റ് ചെയ്യാന്ന് ആലോചിച്ചിരിക്കായിരിക്കും വിചാരിച്ചു. കണ്ടിന്യൂ ചെയ്യാമോ? എന്താ പറഞ്ഞ കേട്ടില്ല. മീറ്റിംഗ് ആയിരുന്നോ? വെയിറ്റിംഗ്. പ്രസന്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ആണോ? പ്രസന്റേഷൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഒന്നുള്ളത് ഓർക്കാം.
മതിയോ? അപ്പൊ ആരാ ചെയ്യുന്നേ? പ്രസന്റേഷൻ ആരൊക്കെയാ ചെയ്യുന്നേ? ആരൊക്കെ റെഡി ആയിട്ടുണ്ട്? ടെക്സ്റ്റ് ചെയ്തേ. ടെക്സ്റ്റ് ചെയ്യണേ. Who are who are ready to present the topic or the portion now? Next one. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തവര് പ്രസന്റ് ചെയ്യണ്ടല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തു. നമുക്ക് മറ്റുള്ളവർക്കും അവസരങ്ങൾ കൊടുക്കണമല്ലോ അല്ലെ? ഞങ്ങൾക്ക് അവസരം വേണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം. ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? പറയൂ. ചെയ്യുന്നുണ്ടെങ്കിൽ പേര് ടെക്സ്റ്റ് ചെയ്യൂ. പെട്ടെന്നാവട്ടെ. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഇല്ലെന്ന് പറയൂ. പാടല്ല. ഓക്കെ, ബാക്കി എല്ലാവരും ഇല്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഹോസ്പിറ്റലാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അറിയാലോ, ഓർമ്മയുണ്ടല്ലോ, അത് മതി. അപ്പോ നമ്മള് കണ്ടിന്യൂ ചെയ്യാണ്. ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. പ്രൊനൗൺ സ്റ്റാർട്ട് ചെയ്തു. പ്രൊനൗൺ സ്റ്റാർട്ട് ചെയ്തില്ല. പേഴ്സണൽ പ്രൊനൗൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, so let's moving on. Next pronoun is emphatic pronoun. Okay, second pronoun, emphatic pronoun. Emphatic and reflexive pronouns are connected. Okay, ഒന്ന് പറഞ്ഞാലും നമുക്ക് രണ്ടും പറഞ്ഞേ പറ്റൂ. ഞാൻ റിഫ്ലക്സീവ് പറഞ്ഞാലും ഓട്ടോമാറ്റിക്കലി എംഫാറ്റിക് പറയേണ്ടി വരും. കാരണം രണ്ടും കണക്റ്റഡ് ആണ്. കണക്ട് ചെയ്ത് പറഞ്ഞാലേ പറ്റൂ. ഓക്കെ, ഇപ്പോ ഇതില് എംഫാറ്റിക്കിലും റിഫ്ലക്സീവിലും വരുന്ന കീവേഡ്സ് ഉണ്ടല്ലോ, രണ്ടും സെയിം ആട്ടോ. ലൈക്ക് myself, ourselves, yourselves, himself, herself, itself, themselves എന്നൊക്കെ പറയുന്ന കീവേഡ്സ് ആണ് രണ്ട് പ്രോനൗണിൽ വരുന്നത്. സെയിം പ്രോനൗൺസ് ആർ യൂസ്ഡ് ഇൻ these two pronouns. Sorry, keywords. Okay, അപ്പോ ഈ സെയിം കീവേഡ്സ് തന്നെയാണ് രണ്ട് പ്രോനൗണിലും യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ആരും നോട്ട് എഴുതരുത് കേട്ടോ. ആദ്യം ശ്രദ്ധിച്ചിരിക്കുക, അതിനുശേഷം നോട്ട് എഴുതുന്ന ടൈം എന്തായാലും അപ്പൊ മാത്രം നോട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ലിസൺ കെയർഫുള്ളി. അപ്പോ രണ്ട് പ്രോനൗണിന്റെയും കീവേഡ്സ് സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ? എന്തൊക്കെയാണെന്ന് അറിയാലോ, ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. Then ഇവിടെ ഇതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? രണ്ട് പ്രോനൗണും അല്ലെങ്കിൽ രണ്ട് പ്രോനൗണിലെ കീവേഡ്സ് സെയിം ആയതുകൊണ്ട് നമ്മള് ഈ സെന്റൻസിൽ വരുന്ന ഏതൊരു സെന്റൻസ് തന്നിട്ട് അതിൽ മൈസെൽഫ് ഉണ്ടെങ്കിൽ അത് ഇന്ന പ്രോനൗൺ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? രണ്ട് പ്രോനൗൺ ഓൾറെഡി ഈ സെയിം കീവേഡ്സ് വെച്ച് പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? തന്നിരിക്കുന്ന സെന്റൻസിൽ ഈ പറയുന്ന ഏതെങ്കിലും കീവേഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് എംഫാറ്റിക് ആണോ റിഫ്ലെക്സീവ് ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക? അതാണ് ആദ്യം പഠിക്കേണ്ടത്. ഓക്കെ, ഇപ്പോ I repaired the bike myself. I repaired the bike myself. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു സെന്റൻസ് ആണ് കേട്ടോ അത്. I repaired the bike myself. ഓക്കെ, ഇവിടെ മൈസെൽഫ് ഉണ്ട്. മൈസെൽഫ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഈ കീവേഡ് വരുന്ന ഏത് പ്രോനൗൺ ആണെന്ന് നമുക്ക് നോക്കാം. ഏതാണ്? എംഫാറ്റിക്കിലുണ്ട്, റിഫ്ലെക്സീവ് ഉണ്ട്. പിന്നെ ഏതാണ് ഇത് പ്രോനൗൺ ഏതാണ് എന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുമെന്ന് വെച്ചാല് ഈ പറയുന്ന കീവേഡ് അല്ലെ, ഏത് കീവേഡ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു കീവേഡ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടാവുമല്ലോ സെന്റൻസിൽ അല്ലെ? അപ്പോ വന്നിരിക്കുന്ന കീവേഡിന് മുന്നേ ഏത് വേർഡ് ആണെന്ന് നോക്കാം. അതായത് നൗൺ ആണോ പ്രോനൗൺ ആണോ നോക്കാം. എംഫാറ്റിക് പ്രോനൗൺ ആണെങ്കിൽ ഈ പറയുന്ന കീവേഡ് നൗണിനോ പ്രോനൗണിനോ ശേഷമായിരിക്കും വരാം. മനസ്സിലായോ? ഐ റിപ്പയർഡ് ദ ബൈക്ക് മൈസെൽഫ് എന്ന് പറയുന്ന സെന്റൻസില് ബൈക്ക് എന്താണ്? നൗൺ ആണ്. ആ നൗണിന് ശേഷമാണ് എന്ത് വന്നിരിക്കുന്നത്? മൈസെൽഫ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതെന്താണ്? എംഫാറ്റിക് പ്രോനൗൺ ആണ്. മനസ്സിലായോ? അപ്പൊ കീവേഡ്സ് എവിടെയാണ് വന്നിരിക്കുന്നത് നോക്കണം.
നൗണിനോ പ്രോണൗണിനോ ശേഷമാണ് ആ കീവേഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നതെങ്കിൽ അത് എംഫാറ്റിക് പ്രോണൗൺ ആണ്. ഇനിയിപ്പോ അതിന് വേറെ ഒരു സെന്റൻസ് നോക്കി. ഐ മൈസെൽഫ് റിപ്പയർഡ് ദ പൈപ്പ്. ഐ മൈസെൽഫ് റിപ്പയർഡ് ദ പൈപ്പ്. ഐ എന്താണ്? ഐ എന്ന് പറയുന്ന പ്രോണൗണിന് ശേഷമാണ് മൈസെൽഫ് എന്ന് പറയുന്ന കീവേഡ് വന്നിരിക്കുന്നത്. അപ്പോ ഈ സെന്റൻസിലെ മൈസെൽഫ് എന്താണ്? എംഫാറ്റിക് പ്രോണൗൺ ആണ്. ക്ലിയർ ആയോ? എന്താണ് എംഫാറ്റിക് പ്രോണൗൺ എന്ന് മനസ്സിലായോ? ഓക്കെ. ഈ പറയുന്ന മൈസെൽഫ്, ഔർസെൽഫ്, യുവർസെൽഫ്, ഹിംസെൽഫ് എന്ന് പറയുന്ന കുറച്ച് കീവേഡ്സ് ഉണ്ട്. ഈ കീവേഡ്സ് എംഫാറ്റിക്കിലും റിഫ്ലെക്സീവിലും സെയിം കീവേഡ്സ് തന്നെയാണ്. ഓക്കെ. അപ്പോ ഒരു സെന്റൻസ്, നമ്മൾ ഒരു ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് അതിലുണ്ടെങ്കിൽ ആ സെന്റൻസിൽ എവിടെയെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും ഒരു കീവേഡ്സ് ഉണ്ടാകും. ഓക്കെ, കീവേഡ് ഉണ്ടാകും. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഐഡന്റിഫൈ വിച്ച് പ്രോനൗൺ ഈസ് യൂസ്ഡ് ദെയർ എന്നാണ് ക്വസ്റ്റ്യൻ വരാം. അപ്പോ സെന്റൻസ് ഇതാണ്, we ourselves have to build our own strength എന്ന് പറയുന്ന ഒരു സെന്റൻസ് തന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇതിൽ ഏത് പ്രോനൗൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് പറയും? 4 ഓപ്ഷൻസ് ഉണ്ടാകും. ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ, പേഴ്സണൽ പ്രോനൗൺ, എംഫാറ്റിക് പ്രോനൗൺ, റിഫ്ലെക്സീവ് പ്രോനൗൺ. നിങ്ങൾ ഏത് പറയും? നിങ്ങൾക്ക് ഇപ്പോ ഡയറക്ട്ലി ഇപ്പോ എംഫാറ്റിക് റിഫ്ലെക്സീവും ഓപ്ഷനിൽ രണ്ടും വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി നോക്കുമ്പോൾ കാണാൻ പറ്റും മൈസെൽഫ്. ഓക്കെ, മൈസെൽഫ് എന്ന് പറയുന്നത് ഈ എംഫാറ്റിക്കിന്റെയോ റിഫ്ലെക്സീവിന്റെയോ പ്രോനൗൺസ് ആണ്, കീവേഡ്സ് ആണ് അല്ലെ? അപ്പോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. അതിൽ ഡെമോൺസ്ട്രേറ്റീവ്, ഇൻഡിഫിനൈറ്റ്, പേഴ്സണൽ പ്രോനൗൺ, എംഫാറ്റിക് പ്രോനൗൺ 4 ഓപ്ഷൻസ് ആണ് വരുന്നതെങ്കിൽ മൈസെൽഫ് എന്ന് പറയുന്ന എവിടെ ആയിരിക്കും? എംഫാറ്റിക്കോ റിഫ്ലെക്സീവോ ആണ് അല്ലെ? ഓപ്ഷൻസിൽ എംഫാറ്റിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ആൻസർ കിട്ടും, എംഫാറ്റിക് ആണ് അല്ലെ? ഇനി ഓപ്ഷൻസിൽ എംഫാറ്റിക്കും റിഫ്ലെക്സീവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അയ്യോ, ഇപ്പൊ ഏതിലായിരിക്കും? കാരണം രണ്ടിന്റെ കീവേഡ് ഒന്ന് തന്നെയാണല്ലോ. അപ്പൊ നിങ്ങൾ നോക്കേണ്ട എന്താണ്? ആ സെന്റൻസ് ഒബ്സർവ് ചെയ്യുക. ആ സെന്റൻസിൽ ഈ പറയുന്ന കീവേഡ് എവിടെയാണ് വന്നിരിക്കുന്നത് നോക്കാം, അതിന്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കാം. പ്രോനൗണിനോ നൗണിനോ ശേഷമാണ് വന്നിരിക്കുന്നെങ്കിൽ അത് എംഫാറ്റിക് ആണ്. ഇനി അങ്ങനെയല്ല വന്നിരിക്കുന്നെങ്കിൽ അത് റിഫ്ലെക്സീവ് ആണ്. മനസ്സിലായോ? നൗണും പ്രോനൗണും കഴിഞ്ഞാൽ വരുന്ന എന്താണ്? വെർബൊക്കെ ആയിരിക്കും അല്ലെ? അപ്പൊ വെർബിന് ശേഷമൊക്കെയാണ് വരുന്നെങ്കിൽ അത് റിഫ്ലെക്സീവും, നൗണിനും പ്രോനൗണിന് ശേഷമാണ് കീവേഡ്സ് വന്നെങ്കിൽ അത് എംഫാറ്റിക്കും ആണ്. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. ഒരെണ്ണം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ബാക്കി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. മനസ്സിലായോ? അപ്പൊ റിഫ്ലെക്സീവും എംഫാറ്റിക്കും ക്ലിയർ ആയോ? Yes, ma'am. രണ്ട് സെന്റൻസ് ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടേ. ഇത് രണ്ടൊന്ന് പറഞ്ഞേ. ഫസ്റ്റ് വൺ ഏതാണ് ആൻഡ് സെക്കൻഡ് വൺ ഏത് പ്രോനൗൺ ആണ് എന്ന് പറയൂ. പറയൂ. ഫസ്റ്റ് വൺ ഈസ് he drives. Reflexive. Reflexive pronoun. Second is emphatic pronoun. First one is flexi pronoun. Cause Second, emphatic. himself. The keyword himself. Okay. Himself എന്ന് പറയുന്നത് he എന്ന് പറയുന്നത് എന്താണ്? Nouns and pronouns. ശരിയാണ്, nouns and pronouns ആണ്.
ഡ്രൈവ്സ് എന്ന് പറയുന്നത് noun അല്ല, pronoun അല്ല. ഡ്രൈവ് എന്ന് പറയുന്നത് ഇതല്ലേ, പേരല്ലല്ലോ ഡ്രൈവ് ചെയ്യാന്ന്. കൃഷ്ണപ്രിയ മ്യൂട്ട്. ഓക്കെ, കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞ് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോ we use the word, we use a keyword himself after the drives. അല്ലെ, drives ശേഷമാണ് അല്ലെങ്കിൽ after the verb ശേഷമാണ് himself വന്നെങ്കിൽ അതെന്താണ്? Reflexive pronoun ആണ്. And himself എന്ന് പറയുന്ന കീവേഡ് pronoun അല്ലെങ്കിൽ noun ശേഷമാണോ വന്നെങ്കിൽ അത് emphatic ആണ്. അപ്പൊ second one is emphatic and the first one is reflexive. Is it clear? മനസ്സിലായോ? രണ്ട് pronoun മനസ്സിലായോ? ഓക്കെ ആണോ? പറയോ? എന്തോ? റിഫ്ലെക്സീവ് പ്രോനൗൺ ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറയുന്നു. ഞാൻ ടെക്സ്റ്റ് ചെയ്ത രണ്ട് സെന്റൻസ് കണ്ടോ? അതിൽ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോക്കിയേ. ഈ ഹിംസെൽഫ് എന്ന് പറയുന്ന ആ വേർഡ് കണ്ടോ? ആ വേർഡിന് മുൻപ് വന്നിരിക്കുന്ന എന്താണ്? ഡ്രൈവ് ആണ്. ഡ്രൈവ് എന്താണ്? വെർബാണ് അല്ലെ? ഓക്കെ, വെർബിന് ശേഷമാണ് ഹിംസെൽഫ് വന്നത് അല്ലെ? ഇത്രയും പഠിക്കൂ. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, എംപാറ്റിക് മാത്രം പഠിക്കൂ കേട്ടോ. എംപാറ്റിക് മാത്രം പഠിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് റിഫ്ലെക്സീവ് കിട്ടും. നൗണിനും പ്രോനൗണിനും ശേഷമാണ് കീവേഡ്സ് ഇതിൽ വന്നെങ്കിൽ അത് എംപാറ്റിക് ആണ് എന്ന് പഠിച്ചു വെക്കാം. അപ്പോ തന്നിരിക്കുന്ന സെന്റൻസ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യുമ്പോ നൗണിന് പ്രോനൗണിന് ശേഷം അല്ല വന്നെങ്കിൽ അതെന്താണ്? റിഫ്ലെക്സീവ് ആണ്. അങ്ങനെയും നമുക്ക് പഠിക്കാം. മനസ്സിലായോ? ഏറ്റവും സിമ്പിൾ വേ അങ്ങനെയാണ്. ഏത് ഒരെണ്ണം പഠിക്കാം, ബാക്കി ഫ്രീ എന്ന് പറഞ്ഞാണ്. അതെ, റിഫ്ലെക്സീവിന്റെ എക്സാമ്പിള് രണ്ടാമത്തേല് അത് തെറ്റാണോ? അത് തെറ്റാണ്. ടെക്സ്റ്റിലല്ലേ, മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഞാൻ പറയാതിരിക്കേ. He drove the car himself. മിസ്റ്റേക്ക് ആണ് കേട്ടോ. ബാക്കി എല്ലാം നോക്കിയേ. They found themselves. Found is a verb. You have to blame yourself. Blame is a verb. The children washed themselves. Washed, like wash is a verb. He cut himself. Cut, verb ആണ്. She has cut in herself. Cured ആണ്, sorry, verb ആണ്. And Sheena introduced herself. അറിയാലോ, മനസ്സിലായില്ലേ? So simple. അതുപോലെ എംഫാറ്റിക്കിലൊക്കെ വരാണെങ്കിൽ we ourselves, we അല്ലെ, we pronoun ആണ്. And we saw the principal himself. Principal is a pronoun. Okay, clear? രണ്ട് pronoun clear ആയല്ലോ. പ്രസന്റ് ചെയ്തേ, പറഞ്ഞു പോവാ, നമുക്ക് പഠിച്ചു പോവാട്ടാ. രണ്ട് pronoun പ്രസന്റ് ചെയ്യ എല്ലാവരും. രണ്ട് pronoun അല്ല കേട്ടോ. Personal pronoun, indefinite, sorry, personal, emphatic, reflexive. ഈ മൂന്ന് pronoun പ്രസന്റ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ആണേ, പഠിച്ചു പോവാ, അത് മതി. പെട്ടെന്നാവട്ടെ. പേര് ടെക്സ്റ്റ് ചെയ്യല്ലോ അവര്. പറഞ്ഞവർക്കും പറയാം, എല്ലാവർക്കും പറയാം കേട്ടോ. താല്പര്യമുള്ളവർക്കൊക്കെ പറയാം. പ്രസന്റ് ചെയ്യുന്നില്ലല്ലോ? ചെയ്യുന്നുണ്ടോ? പ്രസന്റ് ചെയ്തേ പറ്റൂ. നിങ്ങൾ പേര് ടെക്സ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഓരോരുത്തരെ വിളിക്കും. അത്രയേ ഉള്ളൂ. പക്ഷെ സ്ട്രിക്റ്റ് ആണ് നിങ്ങളോട്. സ്ട്രിക്റ്റ് ആയാലും ശരിയാവില്ല. ടീച്ചേഴ്സ് ആണല്ലോ എല്ലാവരും അല്ലെ? മോണ്ടിസോറി എന്ന് പറയുന്നത് ടീച്ചിങ് ട്രെയിനിങ് കോഴ്സ് ആണ്. ആദ്യം മനസ്സിലാക്കുക. എല്ലാവരും ഓക്കെ ആണ്. ആരൊക്കെ ഓക്കെ ആണെങ്കിൽ അവര് പേര് ടെക്സ്റ്റ് ചെയ്യാം. ഇങ്ങനെ പറഞ്ഞാണ് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഒരു ക്ലാസ് എടുക്കാൻ പറയുമ്പോ അത് ഒട്ടും ഈസി അല്ല. അത് ആദ്യം മനസ്സിലാക്കൂ കേട്ടോ. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാം. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഞാൻ പറഞ്ഞോട്ടെ? Reflexive pronoun and emphatic pronouns keywords are same. Priya,
പേഴ്സണൽ Okay. പ്രോണൗൺ സ്റ്റാർട്ട് ചെയ്യൂ കേട്ടോ. പേഴ്സണൽ പ്രോണൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ബ്രീഫ് ചെയ്ത് പറയും. Personal pronoun. Uh, അറിഞ്ഞു. Personal pronoun is specifying a person. തിരിച്ചടിക്കേണ്ട, കൂൾ ആയിട്ട് പറഞ്ഞോളൂ കേട്ടോ. Personal pronouns are divided into 3 types: subject, object, and possessive. Subject pronouns are I, we, you, they, he, she, it. Object pronouns are you, he, me, us. Possessive pronoun are my, his, our, their. Nouns are 3 types: first, third person. Emphatic pronouns and reflective pronouns keywords are same. Emphatic pronoun are the pronouns which comes later than noun and pronoun. Thank you, Miss. ഓക്കെ, നെക്സ്റ്റ് ലിജി പറയൂ കേട്ടോ. പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയുന്നത് ഒരു പേഴ്സണെ മെൻഷൻ ചെയ്യുന്നതാണ് പേഴ്സണൽ പ്രോനൗൺ. അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: സബ്ജക്റ്റ് പ്രോനൗൺ, ഒബ്ജക്റ്റീവ് പ്രോനൗൺ, പൊസസീവ് പ്രോനൗൺ. സബ്ജക്റ്റ് പ്രോനൗൺ എന്ന് പറയുന്നത് പ്രോനൗൺ യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റ് സെന്റൻസ് ഓഫ് എ സബ്ജക്റ്റ്. എക്സാമ്പിൾ I, you, we, they, he, she, it. ഒബ്ജക്റ്റ് പ്രോനൗൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓഫ് എ സെന്റൻസിനെയാണ് ഒബ്ജക്റ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിള് me, you, us, them, him, her. പൊസസീവ് പ്രോനൗൺ എന്ന് പറയുന്നത് ഓണർഷിപ്പിനെ ആണ് പറയുന്നത്. എക്സാമ്പിള് മൈ, മൈൻ, യുവർ, അവർ, ദെയർ, ഹിസ്, ഹെർ, ഇറ്റ്സ്. എംപത്തറ്റിക് പ്രോനൗൺ എന്ന് പറയുന്നത് നൗൺ ഓർ പ്രോനൗണിന് ശേഷം കീവേഡ്സ് വരുന്നുവെങ്കിൽ എംപത്തറ്റിക് പ്രോനൗൺ എന്ന് പറയുന്നു. റിഫ്ലക്റ്റീവ് ആണെങ്കിൽ ആഫ്റ്റർ ദ വെർബിനെയാണ് റിഫ്ലക്റ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹഫ്സത്ത്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പൊക്കോളൂ കേട്ടോ. ഞാൻ പേര് വിളിക്കാൻ വെയിറ്റ് ചെയ്യണ്ട. ഓരോരുത്തർ പറഞ്ഞു വെക്കോളൂ. എല്ലാവരും പറയുമ്പോ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. മിസ്റ്റേക്ക് ആണ് പറയുന്നത്, നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യുക കേട്ടോ. ശ്രദ്ധിച്ചിരുന്നാൽ മതി. കറക്റ്റ് ചെയ്യേണ്ട, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, എല്ലാവരും. അപ്പോ കണ്ടിന്യൂ ചെയ്യാം. ഹഫ്സത്ത് ആണ്, അതുകൊണ്ട് രമ്യ, ശ്രുതി, അഞ്ജു. സ്പീഡിൽ പോകണ്ട, എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു പോകട്ടോ. ഓക്കെ ഓക്കെ, പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറഞ്ഞാല് പിന്നെ അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സബ്ജക്റ്റ് പ്രൊനൗൺസ്, ഒബ്ജക്റ്റ് പ്രൊനൗണ്, പിന്നെ പൊസസീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞിട്ട്. സബ്ജക്റ്റ് പ്രൊനൗണ് യൂസ് ചെയ്യുന്നത് ഒരു സെന്റൻസിലെ സബ്ജക്റ്റിനെ ഡിനോട്ട് ചെയ്യാനാണ്. അപ്പോൾ ഇറ്റ്, ഐ, യു, ദേ, വി, ഹി, ഷീ ഒക്കെ അത് സബ്ജക്റ്റ് പ്രൊനൗണിൽ പെടും. എക്സാമ്പിൾ ഐ ആം എ മദർ എന്നൊക്കെ പറഞ്ഞ പോലെ. പിന്നെ ഒബ്ജക്റ്റ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ അത് ഒരു സെന്റൻസിലെ ഒബ്ജക്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. മീ, യു, അസ്, ദം, ഹിം, ഹെർ, ഇറ്റ്. പിന്നെ പൊസസീവ് പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ അത് ഓണർഷിപ്പിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. മൈ, മൈൻ, യുവർ, യുവേഴ്സ്, അവർ, അവേഴ്സ്, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദയർ, ദേസ് ഒക്കെയാണ് പൊസസീവ് പ്രൊനൗൺസ്. പിന്നെ സബ്ജക്റ്റ് പ്രൊനൗൺസ് 3 പേഴ്സൺസ് എന്നതിൽ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഫസ്റ്റ് പേഴ്സൺ സബ്ജക്റ്റ് പ്രൊനൗൺസിൽ വരുമ്പോ ഐ, വി ഇത് രണ്ടുമാണ് ഫസ്റ്റ് പേഴ്സൺ. പിന്നെ സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ യു, തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ
ആരെക്കുറിച്ചാണോ പിന്നെ സംസാരിക്കുന്നത് അതാണ് തേർഡ് പേഴ്സൺ. ഷീ, ഇറ്റ്, ദേ ഒക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ്. പിന്നെ എംഫാറ്റിക് പ്രൊനൗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കീവേഡ്സ് മൈസെൽഫ്, യുവർ സെൽഫ്, ഇറ്റ് സെൽഫ്, അങ്ങനെയൊക്കെയാണ്. പിന്നെ അപ്പൊ അത് ഒരു നൗണിന്റെ പ്രൊനൗണിന്റെ ആഫ്റ്റർ ആയിട്ടാണ് ഈ കീവേഡ്സ് വരുന്നുണ്ടെങ്കിൽ അതിനെ എംഫാറ്റിക് പ്രൊനൗൺസ് എന്ന് പറയും. ഇതേ കീവേഡ്സ് പിന്നെ ഒരു വെർബിന്റെ ആഫ്റ്റർ വെർബ് ആണെങ്കിൽ അത് അങ്ങനെ വരുന്നുവെങ്കിൽ അതിനെ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് എന്നും പറയും. ഓക്കെ, താങ്ക് യു മിസ്. As we have learned in the earlier class, pronoun is a word used instead of noun. Example, Meera, instead of repeating her name, we use she. As we have learned 9 kinds of pronoun, in that we have learned 3 pronouns. First one is personal pronoun, second is emphatic pronoun, and third one is reflexive pronoun. In personal pronoun, it is divided into 3: subject pronoun, object pronoun, possessive pronoun. In subject pronoun, pronouns used as subject of the sentence. Example, I, you, we, they, he, she, it. Object pronoun, pronoun used as object of sentence. Example, me, it, us, him, her, you, them. Possessive pronoun is pronoun used to denote possession or ownership. Example, my, mine, our, ours, their, his, her, it. Emphatic pronoun. Emphatic pronoun, the keywords used are myself, ourselves, yourself, himself, itself. The keyword after noun and pronoun, the keyword used after noun and pronoun is emphatic pronoun, and the keyword used after verb is reflexive pronoun. Thank you. Good morning. First one, personal pronoun. Personal pronoun is used to refer back to something or someone which is already mentioned. Personal pronoun are of 3 types: subject pronoun, object pronoun, possessive pronoun. Subject pronoun is a pronoun used as a subject of a sentence. Example, I, you, we, they, etc. Object pronoun. Object pronoun is used as the object of a sentence. Example, me, you, us, then, etc. Possessive pronoun. Possessive pronoun is used to denote the ownership of a or possession. Example, my, mine, your, our, etc. Next one is emphatic pronoun. The keywords of emphatic pronoun and reflexive pronouns are same. An emphatic pronoun is used immediately after the noun or pronoun which is stressed in a sentence. Next one is reflexive pronoun. Reflexive pronoun is a reflexive pronoun is used to make it clear that the object of a verb is same. Thank you. പേഴ്സണൽ പ്രൊനൗൺസ് വ്യക്തിയെയോ സാധനത്തിനെയോ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡിനെയാണ് പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറയുന്നത്. പേഴ്സണൽ പ്രൊനൗൺസിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: സബ്ജക്റ്റ് പ്രൊനൗൺസ്, ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ്, പൊസസീവ് പ്രൊനൗൺസ്. സബ്ജക്റ്റ് പ്രൊനൗൺസ് ഒരു സെന്റൻസ് എടുത്തു കഴിഞ്ഞാൽ സബ്ജക്റ്റ് ഒരു നൗൺ ആയിരിക്കും. അങ്ങനെ വരുന്നതിന് സബ്ജക്റ്റ് പ്രൊനൗൺസ് എന്ന് പറയും. എക്സാമ്പിൾസ്, ഹി, ഷീ, ഐ, യു, വി, അവർ, ദേ, യൂസ്. ഒബ്ജക്റ്റ് പ്രൊനൗൺസ് ഒരു പ്രവൃത്തി സ്വീകരിക്കുന്ന വ്യക്തിയാണ് ഒബ്ജക്റ്റ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ്, വി, അസ്, അവർ, ദം, ഹി, ഹിം, ഷീ, ഹിയർ, ഇറ്റ്, അതൊക്കെ ഒബ്ജക്റ്റ് പ്രൊനൗൺസിൽ വരും. പൊസസീവ് പ്രൊനൗൺസ് എന്ന് വെച്ചാൽ എന്റെയാണ്, ഓണർഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതിനെയാണ് പൊസസീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എംപത്തിക് പ്രൊനൗൺസ്, റിഫ്ലെക്സീവ് പ്രൊനൗൺസ്. എംപത്തിക് എന്ന് വെച്ചാൽ രണ്ടിന്റെയും കീവേഡ്സ് ഒന്നായിരിക്കും. നൗൺസിനും പ്രൊനൗൺസിന് ശേഷമാണ് മൈസെൽഫ്, യുവർ സെൽഫ്, ഹിംസെൽഫ് വന്നാൽ എംപത്തിക് പ്രൊനൗൺസ് ആയിരിക്കും. റിഫ്ലെക്സീവ് പ്രൊനൗൺസ് ഒരു സെന്റൻസിന് ആഫ്റ്റർ വെർബ് ആണെങ്കിൽ അതിനെ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് എന്ന് പറയും.
morning all. Pronoun is a word that we use to place of a noun. ഒരു നൈമിന് പകരം ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് പേഴ്സണൽ പ്രൊണൗൺസ് എന്ന് പറയുന്നത്. പ്രൊണൗൺസ് 9 ടൈപ്സ് ഉണ്ട്. പേഴ്സണൽ പ്രൊണൗൺ, എംപത്തിക്, റിഫ്ലെക്സീവ്, ഇൻഡിഫൈൻഡ്, ഡിസ്ട്രിബ്യൂട്ടീവ്, ഡെമോൺസ്ട്രേറ്റീവ്, ഇന്ററോഗേറ്റീവ്, റിലേറ്റീവ് ആൻഡ് റെസിപ്രോക്കൽ. ഫസ്റ്റ് ഈസ് പേഴ്സണൽ പ്രൊണൗൺസ്. പേഴ്സണൽ പ്രൊണൗൺ 3 ടൈപ്പ് ഉണ്ട്. സബ്ജക്ട് പ്രൊണൗൺസ്, ഒബ്ജക്ട് പ്രൊണൗൺസ്, പൊസസീവ് പ്രൊണൗൺസ്. പ്രവൃത്തി ചെയ്യുന്ന ആളിനെ സൂചിപ്പിക്കുന്നതാണ് സബ്ജക്ട് പ്രൊണൗൺസ്. ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, ദേ ഇതൊക്കെ സബ്ജക്ട് പ്രൊണൗൺസ് ആണ്. അടുത്തത് ഒബ്ജക്റ്റീവ് പ്രൊണൗൺസ്. പ്രവൃത്തി സ്വീകരിക്കുന്ന ആളെ പറയുന്നതാണ്. മീ, യു, ഹിം, ഹെർ, ഇറ്റ്, അസ്, ദം ഇതൊക്കെ ഒബ്ജക്റ്റീവ് പ്രൊണൗൺസ് ആണ്. അടുത്തത് possessive pronouns, എന്റേത്, നിന്റേത്, മൈൻ, യുവേഴ്സ്, ഹിസ്, ഹെർ, ഇറ്റ്, ഓൺസ് ആൻഡ് ദെയർ ഓണർഷിപ്പിനെ സൂചിപ്പിക്കുന്നു. അതിനെ 3 തിരിക്കുന്നു. ഫസ്റ്റ് പേഴ്സൺ ഐ, വി. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് ആരോടാണ് പറയുന്നത്? യു എന്നെ സൂചിപ്പിക്കുന്നു. തേർഡ് പേഴ്സൺ ഹി, ഇറ്റ്, ഷീ, ദേ. അടുത്തത് എംപത്തിക് പ്രൊനൗൺസ്. അതിന് കുറച്ച് കീവേഡ്സ് ഉണ്ട്. himself, myself, ourself, yourself, herself, itself, themselves. ഈ കീവേഡ്സ് നൗണിന് ശേഷവും പ്രൊനൗണിന് ശേഷം വരികയാണെങ്കിൽ അത് എംപത്തിക് ആണ്. അടുത്തത് കീവേഡ്സ് നൗണിന് മുൻപും പ്രൊനൗണിന് മുൻപുമാണ് വന്നാൽ അത് റിഫ്ലെക്റ്റീവ് ആണ്. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൊനൗൺസ് ആണ്. അത് 9 തരമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് പേഴ്സണൽ പ്രൊനൗൺ, സെക്കൻഡ് വൺ എംഫറ്റിക്, തേർഡ് വൺ റിഫ്ലെക്സീവ്. അതിൽ പേഴ്സണൽ പ്രൊനൗൺ അത് 3 തിരിച്ചിട്ടുണ്ട്. സബ്ജക്റ്റീവ് പ്രൊനൗൺ, ഒബ്ജക്റ്റീവ് ആൻഡ് പൊസസീവ്. സബ്ജക്റ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഐ ആം എ ഡാൻസർ, അതിൽ ഐ അങ്ങനെ ഐ, വി അങ്ങനെയെല്ലാമാണ് അതൊരു ഉദാഹരണം. പിന്നെ ഒബ്ജക്റ്റ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ അതില് മീ, അസ് അങ്ങനെയൊക്കെ. മഞ്ജു റെസ്പെക്ട്സ് മീ, മഞ്ജു റിസീവ്സ് മീ അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും അതിൽ മീ ആണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ പൊസസീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ രാജു ഈസ് മൈ സൺ, അതില് മൈ ആ വാക്ക് മൈൻ അങ്ങനെ ഓണർഷിപ്പായിട്ട് പറയുന്നതാണ് പൊസസീവ് പ്രൊനൗൺ. അതിൽ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഉണ്ട്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആദ്യം സംസാരിക്കുന്ന വ്യക്തിയാണ് ഫസ്റ്റ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അത് ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത്, അതാണ് സെക്കൻഡ് പേഴ്സൺ. തേർഡ് പേഴ്സൺ ആരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, അതാണ് തേർഡ് പേഴ്സൺ. അത് കഴിഞ്ഞ് നമുക്കുള്ളത് എംഫറ്റിക് പ്രൊനൗൺ ആണ്. എംഫറ്റിക് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ അതിൽ കീവേഡ്സ് മൈ സെൽഫ്, അവർ സെൽഫ്, യുവർ സെൽഫ് ഒക്കെയാണ്. അത് തന്നെയാണ് റിഫ്ലെക്സീവിലും ഉള്ളത്. പക്ഷേ കുറച്ച് വ്യത്യാസം എന്ന് പറഞ്ഞാൽ എംഫറ്റിക് പ്രൊനൗണില് നൗണിനും പ്രൊനൗണിനും കൂടെ വരുന്നതാണ് ഈ കീവേഡ്സ്. അപ്പോഴേക്കും അത് എംഫറ്റിക് ആവും. റിഫ്ലെക്സീവില് നൗണിനും വെർബിനും ശേഷം, നൗണും പ്രൊനൗൺ അല്ലെങ്കിൽ വെർബിന് ശേഷം ഈ കീവേഡ്സ് വരും. അപ്പോൾ അതിനെ റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്ന് പറയുന്നു. താങ്ക് യു. ഹായ് ഓൾ. നമ്മൾ 9 തരം പ്രോനൗൺസ് പഠിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് പേഴ്സണൽ പ്രോനൗൺസ്. പേഴ്സണൽ പ്രോനൗൺസ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള ആരെയെങ്കിലും കുറിച്ചോ അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ചോ വീണ്ടും റെഫർ ചെയ്ത് പറയുന്നതിനാണ് പേഴ്സണൽ പ്രോനൗൺസ് യൂസ് ചെയ്യുന്നത്. അത് 3 തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സബ്ജക്റ്റ് പ്രോനൗൺസ്, ഒബ്ജക്റ്റ് പ്രോനൗൺസ് ആൻഡ് പൊസസീവ് പ്രോനൗൺസ്. സബ്ജക്റ്റ് പ്രോനൗൺസ് ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ് അതൊക്കെയാണ് സബ്ജക്റ്റ് പ്രോനൗൺസ്. ഫോർ എക്സാമ്പിൾ, യു ആർ വെരി ബ്യൂട്ടിഫുൾ, അതിലെ യു അതിന്റെ സബ്ജക്റ്റ് ആണ്. ആരാണോ പറയുന്നത് ആ ആളാണ് സബ്ജക്റ്റ് പ്രോനൗൺ ആയിട്ട് വരുന്നത്. ഒബ്ജക്റ്റ് പ്രോനൗൺ എന്ന് പറഞ്ഞാല് ദാറ്റ് പ്രോനൗൺ ഈസ് യൂസ്ഡ് ആസ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ സെന്റൻസ്. അത് മീ, ഹിം, ഹെർ, അസ്, യു, ദം അതൊക്കെയാണ് ഒബ്ജക്റ്റ് പ്രോനൗൺസ്. ഇനി പൊസസീവ് പ്രോനൗൺസ് പറഞ്ഞാല്
that one denotes the possession. അതിലൊരു ഓണർഷിപ്പിന്റെ ഒരു ഉടമസ്ഥതേനെ കാണിക്കുന്നതാണ്. മൈ, മൈൻ, ഹിസ്, ഹേഴ്സ്, അവേഴ്സ് അതൊക്കെയാണ് പൊസസീവ് പ്രോനൗൺസ്. ഈ പേഴ്സണൽ പ്രോനൗൺസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ആരാണോ ആ സെന്റൻസിൽ ആരാണോ സംസാരിക്കുന്നത്, ഐ, വി എന്നൊക്കെ പറയുന്നത്, അതാണ് ഫസ്റ്റ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ ആരോടാണോ സംസാരിക്കുന്നത്, the person or person spoken to, ആരോടാണോ സംസാരിക്കുന്നത്. തേർഡ് പേഴ്സൺ ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത്, the person or person spoken of, ആരെ കുറിച്ചാണോ സംസാരിക്കുന്നത്, അതാണ് തേർഡ് പേഴ്സൺ. അടുത്ത പ്രോനൗൺ ആണ് എംഫാറ്റിക് പ്രോനൗൺ. അതില് കുറച്ച് കീവേഡ്സ് ഉണ്ട്. മൈസെൽഫ്, അവർ സെൽഫ്സ്, യുവർ സെൽഫ്സ്, ഹിംസെൽഫ്സ്, ഹെർ സെൽഫ്സ്, ഇറ്റ് സെൽഫ്, ദംസെൽഫ്സ് അതൊക്കെ. ഈ കീവേഡ്സ് ഒക്കെ ഒരു നൗണിനോ പ്രോനൗണിനോ തൊട്ടടുത്തായിട്ട് വരാണ്. അതിന്റെ ഈ നൗണിന് ശേഷമാണ് ഈ കീവേഡ്സ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ പ്രോനൗണിന് ശേഷമാണ് ഈ കീവേഡ്സ് അടുത്തടുത്താണ് വരുന്നതെങ്കിൽ അത് എംഫറ്റിക് ആവും. റിഫ്ലെക്സീവ് പ്രോനൗൺസ് ആണെങ്കിൽ ഈ കീവേഡ്സ് ഒരു വെർബിന്റെ ശേഷമാണ് വരുന്നതെങ്കിൽ അത് റിഫ്ലെക്സീവ് ആയിട്ട് മാറും. താങ്ക് യു. Good morning all. My name is Silja. We are discuss about pronouns. Personal pronoun. The personal pronouns are divided into 3 types: subject pronoun, object pronoun, and possessive pronouns. Subject pronouns are used as the subject of a sentence. Examples: I am a student. I, you, we, they, she, he, it, etc. Object pronouns are used as the object of a sentence. Me, us, they, her, him, it, etc. Possessive pronouns are used as possession of a sentence. Ajmal is my son. This is my book, etc. Examples. ഇനി എംഫാറ്റിക് പ്രോനൗൺസ്. Emphatic pronouns are used, commonly used emphatic pronouns are myself, ourself, yourself, himself, itself, themselves, etc. Emphatic pronouns are used to stress the noun and pronouns. I repaired the bike myself. Example of emphatic pronouns. Emphatic pronouns noun ശേഷം keywords വന്നാൽ അത് emphatic pronouns ആയിട്ട് മാറും. പിന്നെ reflexive pronouns. All the emphatic pronouns are also used as reflexive pronouns. The subject and the object are the same one. Examples: the children washed themselves, he cut himself, etc. It is the reflexive pronouns. Okay. Personal pronouns back to someone or something that has already been mentioned. ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ പറയുന്നതാണ് പേഴ്സണൽ പ്രൊണൗൺസിൽ വരുന്നത്. അതിൽ 3 ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, പൊസസീവ്. സബ്ജക്റ്റിൽ തന്നെ വരുന്ന സബ്ജക്ട് പ്രൊണൗൺസ് എന്ന് പറയുമ്പോൾ യൂസ്ഡ് ആസ് എ സബ്ജക്ട് ഓഫ് എ സെന്റൻസ്, സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ലൈക്ക് ഐ, യു, വി, ദേ, ഹി, ഷീ. എക്സാമ്പിൾ: ഐ ആം എ ടീച്ചർ. ഇതിൽ ഐ വരുമ്പോൾ അത് സബ്ജക്ട് പ്രൊണൗൺ ആണ്. ഒബ്ജക്റ്റിൽ വരുമ്പോൾ ഒബ്ജക്ട് പ്രൊണൗൺ എന്ന് പറയുമ്പോൾ യൂസ്ഡ് ആസ് എ സബ്ജക്ട് ഓഫ് എ സെന്റൻസ്. എക്സാമ്പിൾ: ഐ ലൈക്ക് യു. ഇതിൽ സബ്ജക്റ്റ് പറയുന്നത് ഐ ആണ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് യു ആണ്. റിസീവ് ചെയ്യുന്നത് ആരാണോ അതാണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരിക, ലൈക്ക് എ റിസീവർ. മീ, യു, ആർ, ദെം, him, her അതൊക്കെ വരുമ്പോൾ. Then possessive pronouns used to denote possession. It means an ownership. She is my daughter. My, mine ഇതൊക്കെ possessive വരുന്ന എക്സാമ്പിൾസ് ആണ്. അതിൽ തന്നെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ആയിട്ട് കാറ്റഗറി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ദ പേഴ്സൺ ഹൂ സ്പീക്കിംഗ്, ആരാണോ സംസാരിക്കുന്നത്. സെക്കൻഡ് പേഴ്സൺ ദ പേഴ്സൺ ഹൂ സ്പോക്കൺ ടു യു, ആരോടാണോ സംസാരിക്കുന്നത്. തേർഡ് പേഴ്സൺ ദി പേഴ്സൺ ഓർ തിങ്, ഷീ, ഇറ്റ്, ദേ, അത് ആരെ കുറിച്ചാണോ സംസാരിക്കുന്നത്. ഇപ്പൊ ലൈക്ക് ടീച്ചർ, സ്റ്റുഡന്റ്, ഫ്രണ്ട്സ്. ടീച്ചർ സ്റ്റുഡന്റിന് പറയാ, സ്റ്റുഡന്റ് മറ്റൊരാളോട് പറയാ, അങ്ങനെ. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എംഫറ്റിക് പ്രൊണൗൺ.
നൗൺ പ്രൊനൗണിന് ശേഷം വരുന്ന കീവേഡ്സിനെയാണ് എംഫറ്റിക് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ റിപ്പയർഡ് ദ ബൈക്ക് മൈസെൽഫ്. ഇതിൽ ഐ എന്ന് പറയുന്നത് പ്രൊനൗൺ, ബൈക്ക് എന്ന് പറയുന്നത് നൗണും, മൈസെൽഫ് എംഫറ്റിക് പ്രൊനൗൺ ആണ്. അതുകൂടാതെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് മൈസെൽഫ്, അവർ സെൽഫ്, യുവർ സെൽഫ്, ഹിംസെൽഫ്, ഹെർ സെൽഫ്, ഇറ്റ് സെൽഫ്. ഇതെല്ലാം എംഫറ്റിക് പ്രൊനൗൺസ് ആണ്. നെക്സ്റ്റ് വരുന്നത് റിഫ്ലെക്സീവ് ആണ്. ഒരു സെന്റൻസിൽ നൗണിനോ വേർബിനോ ശേഷം വരുന്നവയാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. And it's regarding the pronoun. A pronoun is a word that is used in a place of a noun. It is used to avoid the repetition of a noun. In the pronouns, we know about 9 pronouns. They are personal, emphatic, and reflexive. Indefinite, distribute, demonstrative, integrative, reflective, and reciprocal. So far, we have completed 3 pronouns. First one is personal pronoun. It is used to refer back to someone or something. There are 3 types of personal pronouns: subject pronoun, object pronoun, and possessive pronoun. In subject pronoun, it is used as a subject of a sentence. For example, I, you, we, they, he, etc. Object pronouns are used as the object of a sentence. For example, he loves me. In that, he is the subject and loves me will be the object. Next is possessive pronoun. Possessive pronoun is used as to denote possession, like mine, your, hers, like that. Example, it's my home. In this, all the pronouns, I spoke to him and he told them. In that, I is the first person, him will be the second person, and he told them, that them will be the third person. Second, we learned about emphatic pronoun. They are used to give extra emphasis to a person or a thing in a sentence. Words like myself, yourself, himself, and themselves are emphatic pronouns. Example, I myself completed the homework. Next is reflexive pronoun. They are words used when the subject and the object in a sentence are the same person or a thing. They show that the action reflects back to the subject. Examples: myself, yourself, himself, herself, itself, ourselves, and themselves. And one example would be I cut myself. Thank you. പ്രോണൗൺസ് 9 ടൈപ്പാണ്. ഫസ്റ്റ് പേഴ്സണൽ പ്രോണൗൺ. പേഴ്സണൽ പ്രോണൗൺ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ കുറിച്ച് പറയുന്നതാണ്. അത് 3 തരമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: സബ്ജക്റ്റ് പ്രോണൗൺസ്, ഒബ്ജക്റ്റീവ് പ്രോണൗൺ, പൊസസീവ് പ്രോണൗൺ. അതിൽ സബ്ജക്റ്റീവ് പ്രോണൗൺ സബ്ജക്റ്റ് ആയിട്ടാണ് വരിക. അതിൽ ഐ. ഒബ്ജക്റ്റീവ് പ്രോണൗൺ സെന്റൻസിൽ ഒബ്ജക്റ്റ് ആയിരിക്കും പ്രോണൗൺ ആയിട്ട് വരിക. പൊസസീവ് പ്രോണൗണിൽ ഒരാളുടെ പൊസഷൻ ആണ് വരുന്നത്, ഓണർഷിപ്പിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഒരാളുടെ വസ്തുവാണെന്ന് പറയാനാണ് ആ പ്രോണൗൺ യൂസ് ചെയ്യുന്നത്. ഈ പ്രോണൗൺസ് 3 തരത്തിൽ പേഴ്സൺ ആയിട്ട് ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ കുറിച്ച് ഒരാൾ പറയുന്ന ആളാണ് ഫസ്റ്റ് പേഴ്സൺ വരാ. സെക്കൻഡ് പേഴ്സൺ കേൾക്കുന്ന ആൾ. തേർഡ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ പറയുന്ന ആൾ വരുന്നത്. ഫ്ലെക്സീവ് പ്രോണൗൺസ് ആൻഡ് എംപത്തിക് പ്രോണൗൺസ് രണ്ടും കണക്റ്റഡ് ആണ്. രണ്ടിലും കീവേഡ് ആയിട്ട് ദംസെൽഫ്, മൈസെൽഫ്, ഹിംസെൽഫ്, അവർസെൽഫ് ആണ് വരുന്നത്. അതിൽ ഈ കീവേഡ് ഉപയോഗിക്കുന്നതിന് മുന്നേ പ്രോണൗണോ നൗണോ വരുന്നതാണ് എംപത്തിക് പ്രോണൗൺ. വെർബ് വരുന്നതാണ് റിഫ്ലെക്സീവ് പ്രോണൗൺ. താങ്ക് യു. Good morning to all. Okay. പറയുന്നുണ്ടാരെങ്കിലും? Yeah. കൊച്ചാന പറഞ്ഞോളൂ. പേഴ്സണൽ പ്രോനൗൺ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, പൊസസീവ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് സൂചിപ്പിക്കുന്നത്. ഐ, യു, വി, ദേ, ഷീ, ഹി, ഇറ്റ്. ഐ ആം എ സ്റ്റുഡന്റ് എന്നുള്ളത് ഐ ആം എന്നുള്ളത് ആ സെന്റൻസിൽ ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ്. മീ, യു, അസ്, ദം, ഹി, ഹെർ എക്സെട്ര ആണ് ഇതിൽ വരുന്നത്. ആക്ഷൻ സ്വീകരിക്കുന്ന ആള്, വസ്തു ഒക്കെയാണ് പൊസസീവ് പ്രോനൗണിൽ വരുന്നത്, ഒബ്ജക്റ്റീവ് പ്രോനൗണിൽ വരുന്നത്. പൊസസീവ് പ്രോനൗൺ എന്ന് പറയുന്നത് ഓണർഷിപ്പിനെ സൂചിപ്പിക്കുന്നതാണ്.
mine, my, your, our, their, his. എക്സാമ്പിൾ യു ആർ മൈൻ. പിന്നെ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് സ്പീക്കിംഗ് ഫസ്റ്റ് ആണ്. ഫസ്റ്റ് സ്പീക്ക് ചെയ്യുന്ന ആള് ഐ വി ആയിരിക്കും. അത് സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് യു. ഫസ്റ്റ് പേഴ്സൺ ആരോടാണോ സംസാരിക്കുന്നത് അവരാണ് സെക്കൻഡ് പേഴ്സൺ. തേർഡ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ കേട്ട കാര്യം ആരോടാണോ പറയുന്നത് അതാണ് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ദേ, ഷീ, ഹി ഒക്കെ ആയിരിക്കും തേർഡ് പേഴ്സണിൽ വരുന്നത്. ഇപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എംഫാറ്റിക് പ്രോണൗണും റിഫ്ലെക്സീവ് പ്രോണൗൺ ആണ്. അതിന്റെ കീവേഡ്സ് സെയിം ആണ്. മൈ സെൽഫ്, അവർ സെൽഫ്, യുവർ സെൽഫ്, ഹിംസെൽഫ്, ഹെർ സെൽഫ് എക്സെട്ര ആണ് ഇതിൽ വരുന്നത്. എംഫാറ്റിക് പ്രോനൗൺ ആണ് എന്നുണ്ടെങ്കിൽ കീവേഡിന് മുന്നേ നൗണോ പ്രോനൗണോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് എംഫാറ്റിക് പ്രോനൗൺ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റിഫ്ലെക്സീവ് പ്രോനൗൺ ആണ് എന്നുണ്ടെങ്കിൽ സെന്റൻസിൽ വെർബിന് ശേഷം ആയിരിക്കും കീവേഡ്സ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് റിഫ്ലെക്സീവ് പ്രോനൗൺ ആണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. താങ്ക് യു. ഓക്കെ, അപ്പൊ എല്ലാരും പ്രസന്റ് ചെയ്തല്ലോ. നമുക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഓർക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഓക്കെ ആയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന ഒരു ബോധ്യം ഉണ്ട് അല്ലെ? അത് ഓക്കെയാണ്, ആ സൈഡ് ഓക്കെയാണ്. ടീച്ചിങ് സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഓക്കെ ആണോ? സാറ്റിസ്ഫൈഡ് ആണോ നിങ്ങള്? എന്തുകൊണ്ട് സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് മനസ്സിലെങ്കിൽ ഞാൻ പറയട്ടെ എന്തുകൊണ്ടാണെന്ന്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് എടുക്കരുത്. നെഗറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യമല്ല ഞാനത്. നമ്മളൊരാളത് പറഞ്ഞു തരുമ്പോ അല്ലെങ്കിൽ ഒരാൾ പോരായ്മ കണ്ട് നമ്മളത് പറയുമ്പോ ഒരിക്കലും അത് നെഗറ്റീവായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് ഞാൻ ആദ്യമേ ഒരു ഡിസ്ക്ലമേഷൻ പറഞ്ഞ പോലെ പറയാണ് കേട്ടോ. ഓക്കെ, ഇപ്പോ ഞാൻ പറയാണ്, ഞാനിപ്പോ ക്ലാസ് എടുക്കണം എങ്ങനെയാണെന്ന് എടുക്കാൻ പറ്റുന്ന അറിയില്ല, എന്നാലും പറയാണ്. റിഫ്ലെക്സീവ് പ്രോണൗൺ എന്ന് പറയുന്നത് ഇപ്പോ എന്താണ്, നൗണിനോ പ്രോണൗണിനോ ശിക്ഷയ്ക്കാണ് ഇങ്ങനെ വരാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് കാഷ്വലി പറയുന്നതാണോ? ആസ് എ ടീച്ചർ ആയിട്ട് നമ്മള് നമ്മുടെ ലാംഗ്വേജ് ആണെങ്കിലും ഇപ്പോ എന്താണ് നമ്മള് പറയുന്ന ആ ഒരു രീതികളുണ്ടല്ലോ അല്ലെ? ഒരു നമ്മൾ നോർമലി സംസാരിക്കുന്നതും ടീച്ചർ ക്ലാസ് എടുക്കുന്നതും രണ്ടും രണ്ടാണ്. ശരിയല്ലേ? എനിക്കിപ്പോ അത് നിങ്ങൾ പറയുന്ന പോലെ പറയാൻ പറ്റുന്നില്ല. ഈ ക്യാമറ ഓഫ് ചെയ്യണമെങ്കിൽ ചിലപ്പോ അങ്ങനെ സംസാരിക്കുന്നത് വേറെ കാര്യം. ഓക്കെ, അപ്പോ ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ടോക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കാം. മീൻസ് എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന വേറെ ഇല്ല, അറിയോ? നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ ക്യാമറ ഓൺ ചെയ്ത കുറച്ച് സ്റ്റുഡൻസ് എന്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്റെ ടോൺ മാറും. റീസൺ എന്താ? പ്രൊഫഷൻ ആണത് അല്ലെ? പ്രൊഫഷൻ വേറെ, നമ്മള് നോർമലി ഉള്ള ഒരു ടോക്കിംഗ് സ്റ്റൈൽ അല്ലെ, അത് ഡിഫറെന്റ് ആണ്. അതൊന്ന് ചേഞ്ച് ചെയ്യും. നിങ്ങൾ എല്ലാവരും സംസാരിക്കുന്നത് നോർമലി ആണ്. ആ നോർമൽ ആ രീതിയിലല്ല ഞാൻ നിങ്ങളോട് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഓക്കെ, സമ്മതിച്ചു, നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ഇതെല്ലാം ഞാൻ പറഞ്ഞു തരുമ്പോഴും നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെയും ഞാൻ എന്തുകൊണ്ട് നിങ്ങളോട് പ്രസന്റ് ചെയ്യാൻ പറയുന്നു? അതിന് ഒരേ ഒരു കാരണം ഇതേ ഉള്ളൂ, നിങ്ങൾ എല്ലാവരും ടീച്ചറാണ്. ഞാൻ വീണ്ടും 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 ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ടീച്ചേഴ്സ് ആണ്. ഓക്കെ, ടീച്ചേഴ്സ് ആണ്. ടീച്ചേഴ്സിന് വേണ്ട ഏറ്റവും വലിയ സ്കിൽ എന്താണെന്ന് അറിയോ? ക്ലാസ്സിൽ ചുമ്മാ പോയിരുന്ന് സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ? ആ ഒരു സ്റ്റൈൽ അല്ലെ, നമ്മൾ പഠിപ്പിക്കുന്ന രീതി, അത് നമ്മൾ ഇംപ്രൂവ് ചെയ്തെടുക്കുക. ഓരോ പ്രാവശ്യവും പ്രസന്റ് ചെയ്യാൻ പറയുമ്പോഴും നിങ്ങൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാതെ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ എനിക്ക് റിട്ടേൺ കേൾക്കാൻ വേണ്ടിയല്ല നിങ്ങളെ കൂടി ഞാൻ പ്രസന്റ് ചെയ്യൂ എന്ന് പറയുന്നത്. അതിപ്പോഴെങ്കിലും മനസ്സിലാക്കും. അല്ല, ഒന്നോ രണ്ടോ പേര് കറക്റ്റ് ആ ഒരു ടീച്ചിങ് സ്റ്റൈൽ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് കുറെ പേർക്ക് അങ്ങനെയൊക്കെ തന്നെ നോർമലി എന്നോട് ഓക്കെ ടീച്ചർ പറഞ്ഞു, പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു, സോ ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നു. ആ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതാണ്, അതല്ല എനിക്ക് വേണ്ടത്. ഓക്കെ, ഇനിയെങ്കിലും അത് മനസ്സിലാക്കാം. ഞാൻ പ്രസന്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയുന്നത് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്.
ആ ഒരു ടീച്ചിങ് സ്റ്റൈൽ വരാൻ വേണ്ടിയാണ്. കാരണം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ടീച്ചിങ് എന്തെങ്കിലും ചാൻസ് ഒക്കെ കിട്ടും കേട്ടോ. സ്കൂളിലാണെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ചിലപ്പോൾ കിട്ടേണ്ടി വരും. അങ്ങനെ എത്രയോ പേര് ജോലിക്ക് പോയിട്ടുണ്ടെന്ന് അറിയാം, പ്ലേസ്ഡ് ആയവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ല. എനിക്കൊന്നും ഇതുപോലെ കിട്ടിയിട്ടില്ല കേട്ടോ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഓൺലൈൻ ഞാൻ എപ്പോഴും നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. എനിക്കറിയില്ല എങ്ങനെ ക്ലാസ് കിട്ടണം. മീൻസ് ഒന്നാമത് ഈ പ്രൊഫൈൽ നെയിം വെച്ചിട്ട് ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഫേസ് തന്നെ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോ അത് ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടഫായിരുന്നു. പിന്നെന്താ, അത് യൂഷ്വലി നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഞാനിങ്ങനെയല്ല. എന്റെ ഫസ്റ്റ് ക്ലാസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഞാനത് കാണുകയില്ല, ഭയങ്കര ബോറാണ്. ഇങ്ങനെയല്ല ഞാൻ ക്ലാസ് എടുക്കുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യവും അത് പറഞ്ഞ് അല്ലെങ്കിൽ ക്ലാസ് എടുത്ത് എക്സ്പീരിയൻസ് ചെയ്ത് അതിൽ നിന്ന് കുറേയൊക്കെ നമ്മൾ ഇംപ്രവൈസ് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോ നിങ്ങൾക്കിപ്പോ ഒരു ചാൻസ് ആട്ടോ. ഞാൻ ഓരോ പ്രാവശ്യവും എല്ലാ ടോപ്പിക്കും മിക്ക ടോപ്പിക്കും ഞാൻ പ്രസന്റ് ചെയ്യുന്ന പറയുമ്പോ എല്ലാവരും വിചാരം മിസ് എന്ത് വട്ടാണ്, കുറച്ച് ക്ലാസ് എടുത്തിട്ട് പിന്നെ പ്രസന്റേഷനാ പറയുന്നത്. കുറെ പേരൊക്കെ ലീവ് ചെയ്ത് പോവാണ് അല്ലെ, കുറെ പേര് ലീവ് ചെയ്ത് പോകും. മിസ് കുറച്ച് ക്ലാസ് എടുക്കുന്നു, പിന്നെ ഞങ്ങളോട് പ്രസന്റ് ചെയ്യാൻ പറയുന്നു. എന്താണ് മിസ്സിന് ക്ലാസ് എടുത്താണ് പോയാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഞാൻ പറയുന്നത് പ്രസന്റ് ചെയ്യാൻ പറയുന്നതിന്റെ റീസൺ ഇതാണ്. ചുമ്മാ പഠിച്ചു പോകുകയല്ല, നിങ്ങള് പഠിപ്പിക്കാൻ വേണ്ടി അല്ലെ. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സ്റ്റുഡൻസ് ഒരു ദിവസം ടീച്ചറായിട്ട് ക്ലാസ് റൂമിൽ ചെന്നിരിക്കുമ്പോ ചുമ്മാ ഇത് പറഞ്ഞു കൊടുത്ത പിള്ളേർ പഠിക്കൊന്നുമില്ല അല്ലെ. നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്നറിയോ? ആക്ഷൻസ് വേണം. എനിക്കിപ്പോ അതൊന്നും ആവശ്യമില്ല. നിങ്ങൾ വലിയ ആൾക്കാരല്ലേ, നിങ്ങൾ പോകുന്ന എങ്ങനെയാണോ? കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാനാ. ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഒരുപാട് എക്സ്പീരിയൻസ് കേട്ടതാണ് ഞാൻ. ഇതൊന്നല്ല ഇങ്ങനെയൊക്കെ പോയി പറഞ്ഞ പിള്ളേര് മൈൻഡേ ചെയ്യില്ല. ആക്ഷൻസിലൂടെ പറയാം, ക്രിയേറ്റീവ് ആയിട്ട് പറയാം, പല ട്രിക്സ് യൂസ് ചെയ്ത് പറയാം, എക്സാമ്പിൾസ് യൂസ് ചെയ്ത് പറയാം, റിലേറ്റ് ചെയ്ത് പറയാം, പല രീതിയിൽ പറയാലോ. ക്യാമറ ഓൺ ചെയ്ത് പറയാം. ക്യാമറ ഓൺ ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് നമ്മൾ ക്ലാസ് എടുക്കുമ്പോ ഞാൻ ഇവിടെ കൈയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ കാണത്തില്ലെന്ന് മാത്രം. നമ്മൾ അങ്ങനെയാണ്. നമ്മൾ സംസാരിക്കുമ്പോ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ ഒരുപാട് ചേഞ്ചസ് വരും അല്ലെ. അപ്പൊ ഇതൊക്കെ നോട്ട് ചെയ്യാം. ഞാൻ പറയുമ്പോൾ ബോറടിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറയും. ബോറടിച്ചാലും ഞാൻ പറയും. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയും. അതൊക്കെ എങ്ങനെയൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ സംസാരിക്കുമ്പോഴും എന്റെ എന്തോ പറയും. എനിക്കും തോന്നിയ ഒരു കാര്യമാണ് ഇത്. എന്താ പറയാ, ഇങ്ങനെ ടീച്ചേഴ്സ് ആയിട്ട് നമ്മളൊരു ടീച്ചർ ആണ് എന്ന രീതിയിൽ ക്ലാസ് എടുക്കണമെന്ന് എനിക്കും തോന്നിയൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് ഇത്ര നാളും ടീച്ചർ ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നുന്നു എല്ലാവരും പ്രസന്റ് ചെയ്യുമ്പോൾ എനിക്കും പ്രസന്റ് ചെയ്യണം. പക്ഷെ ഇതുപോലുള്ള ടീച്ചർ ഇന്ന് പറഞ്ഞ പോലെ ഒരു ടീച്ചേഴ്സ് ആയി പ്രസന്റ് ചെയ്യണം എനിക്ക് തോന്നിയൊരു കാര്യം അത്. മാം പറഞ്ഞപ്പോ തന്നെ അത് ഞാൻ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് പ്രസന്റ് ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എനിക്ക് നല്ലൊരു പേടിയാണ്. എന്താ പറയാ, പ്രസന്റ് ചെയ്യണമെന്ന് മനസ്സിൽ എങ്ങനെയും വിചാരിച്ചുകൊണ്ടിരിക്കും, പക്ഷേ അതിങ്ങനെ പുറത്തു വരുന്നില്ല. പക്ഷെ ഞാൻ ഇവിടെ സ്വയം പറഞ്ഞു നോക്കൂട്ടോ. സ്വയം അങ്ങനെ ഇവിടെ തന്നെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു നോക്കും. ഭയങ്കര പേടിയാണ്. അപ്പൊ മാം അത് പറഞ്ഞപ്പോ അത് എന്റെ മനസ്സിൽ തോന്നിയപ്പോ ഞാൻ ഇനിയും പറയാതിരുന്ന എന്തോ എനിക്കറിയില്ല. സംസാരിച്ചപ്പോ കുഴപ്പമില്ലല്ലോ അല്ലെ. അത് ടീച്ചറായിട്ട് ഞങ്ങള് ടീച്ചറാണെന്നുള്ള കാര്യം മറന്നു പോകും. മാം പ്രസന്റ് ചെയ്യാൻ പറയുമ്പോ ഞങ്ങള് ഒരു കുട്ടീനെ പോലെ പെട്ടെന്ന് പ്രസന്റ് ചെയ്ത് പോകും. ടീച്ചർ മാം അത് ഓർമ്മിപ്പിച്ചാലേ നിങ്ങളെ ടീച്ചറാണ് കേട്ടോ അത് അങ്ങനെ പ്രസന്റ് ചെയ്യുന്ന ഓർമ്മിപ്പിച്ചാലേ ഞങ്ങൾക്ക് ഓർമ്മ വരുള്ളൂ. അതാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്ന മുൻപേ ഞാൻ പറയുന്നത്. നിങ്ങൾ ടീച്ചേഴ്സ് ആണ്, എപ്പോഴെപ്പോഴും ഓർമ്മിപ്പിക്കണേ. മിക്കപ്പോഴും എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചേഴ്സ് അറിയില്ല. മിക്കപ്പോഴും ഞാൻ തന്നെയാണ് പറയുന്നത് നിങ്ങൾ ടീച്ചേഴ്സ് ആണ് ഒരിക്കലും സ്റ്റുഡൻസ് അല്ല. ഞാൻ മിക്ക ക്ലാസ്സിലും ഞാൻ വന്ന് പറയുന്നുണ്ട്. അതുമല്ല ഞാൻ നിങ്ങളുടെ ടീച്ചറും അല്ല കേട്ടോ, ഞാൻ നിങ്ങളുടെ മെന്റർ ആണ്. അത് ആദ്യം മനസ്സിലാക്കാം. ഞാൻ നിങ്ങളുടെ ടീച്ചറേ അല്ല, മെന്റർ ആണ്. ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ്സിൽ വരുമ്പോ നമ്മളൊക്കെ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നെന്ന് വിചാരിക്കും. എന്നെ ആ രീതി കാണണ്ട പോരെ. അപ്പോ ഒരു ടീച്ചർ സ്റ്റുഡന്റ് ആ റിലേഷൻ വരുന്നില്ലല്ലോ. ടീച്ചേഴ്സ് ആണ്, നമ്മൾ ടീച്ചേഴ്സ് കൂടി സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോ പ്രസന്റ് ചെയ്യുമ്പോ കാര്യം ശ്രദ്ധിക്കുക. ഇതെല്ലാം നിങ്ങൾ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചിട്ട് കേട്ടിരിക്കുക. എങ്ങനെയൊക്കെയാ പ്രസന്റ് ചെയ്യുന്നത് ഇങ്ങനെ കേട്ടിരിക്കുകയാണ് ഞാൻ. ടെൻഷൻ വരും, പ്രസന്റ് ചെയ്യാൻ വരുമ്പോഴേക്കും ടെൻഷൻ ആയി പോകും, അപ്പൊ കുട്ടിയായി പോകും. ഇതൊക്കെ മാറുന്നേ. എല്ലാവരും അങ്ങനെ തന്നെയാ. ഞാനിപ്പോ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്
ഒരുപാട് ടെൻഷനൊക്കെ കഴിഞ്ഞിട്ടാ. പിന്നതൊക്കെ എന്ത് വിഷയമല്ല തോന്നുന്നു, വിഷയമല്ലാതെ ആവും. ടെൻഷൻ അടിച്ചിട്ട് എന്ത് കിട്ടുന്നു ചിന്തിച്ചു നോക്കിയേ. ഒന്നുമില്ല. നിങ്ങളാണ് മുന്നോട്ട് വരാതെ. നമ്മള് ഓരോ കാര്യങ്ങൾ ടെൻഷൻ അടിച്ച് പിന്നോട്ട് പോകുമ്പോൾ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. ആ സമയം ടെൻഷൻ വന്നോട് വെച്ച് കാണാം. എനിക്ക് ചിലപ്പോൾ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും, പറ്റാവുന്നുള്ളത് ഞാൻ പ്രസന്റ് ചെയ്യുന്നു. ആൾക്കാരെ കേൾക്കുമ്പോലെ അവര് കേട്ടോട്ടെ. ചിലപ്പോ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന നല്ല രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ മോശമായിരിക്കാം. എന്താണെങ്കിലും ഒരു ചെറിയൊരു അപ്രിസിയേഷൻ കിട്ടും അല്ലെ? നിങ്ങളെടുത്ത എഫേർട്ടിന് ഒരു അപ്രിസിയേഷൻ കിട്ടും. അത് നിങ്ങൾക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്താൽ മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുക. അതുകൊണ്ട് എന്ത് ടെൻഷൻ വന്നാലും എന്താണെങ്കിലും ഫേസ് ചെയ്യാനുള്ള ധൈര്യം നമുക്ക് വേണം. ആസ് എ വുമൺ എന്ത് ഇഷ്യൂവും അല്ലെങ്കിൽ എന്ത് പ്രോബ്ലംസ് വന്നാലും ലൈഫിൽ ഫേസ് ചെയ്യാനുള്ള ധൈര്യം നമുക്ക് വേണം. മനസ്സിലായോ? ഫേസ് ചെയ്ത് പോയി നോക്കി എന്ത് രസാന്നറിയോ. ഞാനും നിങ്ങളെ പോലെയൊക്കെ തന്നെയായിരുന്നു. പേടിച്ച് മാറി നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ തന്നെ വിചാരിച്ചു, പേടിച്ച് മാറി നിൽക്കുക നമുക്ക് എന്ത് കിട്ടുന്നു? തിരിഞ്ഞു നോക്കുമ്പോ ഒന്നുമില്ല. ലൈഫിൽ എന്തിനു വേണ്ടി ജീവിച്ചു? ഇതിനു വേണ്ടി ജീവിക്കുന്നു? ആർക്ക് വേണ്ടി ജീവിക്കുന്നു? നമുക്ക് വേണ്ടി ജീവിക്കണ്ടേ അല്ലെ? കുറച്ചെങ്കിലും നമുക്ക് വേണ്ടി ജീവിക്കണ്ടേ? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ജീവിക്കണ്ടേ അല്ലെ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു എനിക്കും ഇതുപോലെ പ്രസന്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നല്ല, പറ്റും, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യും എന്ന് പറയണം. അതിലാണ് കാര്യം. tomorrow I will present. അങ്ങനെ വരണം. I will. ഓക്കെ, പ്രസന്റ് ചെയ്യും എന്നാ പറയാ. ചെയ്യും, ഷുവർ ആണ്, ചെയ്യണം. അല്ലാണ്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നാളെ ചെയ്യാം എന്നല്ല, നാളെ ചെയ്യും എന്ന് പറയണം. നാളെ ചെയ്യുമ്പോ കുഴപ്പമില്ല. പിന്നെ നമ്മ ക്ലാസ് എടുക്കുമ്പോ അപ്പൊ തുടങ്ങും ശരീരം മൊത്തം ചൂടാ, ചെവി വയറൊക്കെ ചൂടാവാൻ തുടങ്ങും. ഞാൻ പറയാറുണ്ട്, നിങ്ങളൊന്ന് കംഫർട്ടബിൾ ആകും, എന്നോട് സംസാരിക്കൂ എന്നൊക്കെ ഞാൻ പറയുന്നത് കൊണ്ടാ. നമ്മൾ കുറച്ചു സംസാരിച്ചിരിക്കുമ്പോ ഓക്കെയാണ്, നമ്മൾ കംഫർട്ട് സോണിലേക്ക് വരും. പക്ഷെ കംഫർട്ട് സോൺ ഡേഞ്ചർ ആണ്ടോ, നമ്മൾ അതിൽ നിന്ന് പുറത്തിറക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണെന്ന് വിചാരിക്കുക. അൺമ്യൂട്ട് ചെയ്യുക, ജസ്റ്റ് ഒരു ക്യാഷ് ആയിട്ട് സംസാരിക്കുക. ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വരുന്നുണ്ടല്ലോ, നിങ്ങൾ കണ്ടിന്യൂസ്ലി പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കേട്ടിരിക്കുമ്പോ എക്സ്പ്രഷൻ ഒക്കെ മാറുമല്ലോ. അതുകൊണ്ട് നിങ്ങളത് കാണുന്നത് വിചാരിച്ചിട്ടാണ്. പിന്നെ ക്യാമറ ഓഫ് ചെയ്ത് ശ്രദ്ധിക്കാൻ പറ്റും എനിക്ക്. ഞാൻ ക്യാമറ ഓൺ ചെയ്ത് എനിക്ക് ശ്രദ്ധ എന്റെ ഫേസിലല്ലേ ഞാൻ കാണുന്നേ. ഞാൻ പലതും എന്റെ സൗന്ദര്യമൊക്കെ നോക്കി വരുമ്പോ ക്യാമറ ഓഫ് ചെയ്തിട്ട് എനിക്ക് കുറച്ചുകൂടി ഞാൻ ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, അത് വേണ്ടിയാണ്. അല്ലാണ്ട് ഇവിടെ തന്നെ ഉണ്ട്, എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോ പ്രസന്റ് ചെയ്യണം. കേട്ടല്ലോ? എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? മാം ഇന്ന് എവിടെ ഇരിക്കുന്നേ? ഇന്ന് എപ്പോഴും ഇരിക്കുന്ന സീറ്റിലല്ല, അതുകൊണ്ട് ചോദിച്ചതാ. ക്ലാസ് റൂം മാറി. ക്ലാസ് റൂം എല്ലാം നല്ലതാ, ഞാൻ കണ്ടുപിടിച്ചു. അല്ല, ഇതിൽ കുറച്ചും കൂടെ ബ്യൂട്ടി ഉണ്ട്, നല്ല ബ്യൂട്ടി ഉണ്ട്. ആ ക്ലാസ് റൂമിനെക്കാട്ടിലും ഇതിന് കുറച്ച് വ്യത്യാസം. കർട്ടനൊക്കെ അവിടെ സൈഡിൽ കിടക്കുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പുറത്തെവിടെയോ ആണോ ഇനിയെന്ന് കരുതി. ഒരുപാട് ക്ലാസ് റൂംസ് ഉണ്ട്, ഓ വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെന്താണ്? അപ്പൊ ഇതെല്ലാം ക്യാമറ ഫിൽറ്റേഴ്സ് ആണ്, എഫക്ട്സ് ഒക്കെയാണ്. കുറച്ച് മിസ്സായിരുന്നു. നിങ്ങൾ ചോദിച്ചില്ലല്ലോ, അതേ മോശമായിട്ട്. ഇല്ല, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. മറ്റു ടീച്ചർമാര് വരുമ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങ് ബുക്സ് എടുക്കും, അതിലോട്ട് അങ്ങ് കോൺസെൻട്രേഷൻ ചെയ്യും. പക്ഷെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, മിസ്സിനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഉണ്ട്. എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞു, ഞങ്ങൾ പറഞ്ഞു, സങ്കടം പറഞ്ഞു കഴിഞ്ഞു. എന്താ ഇംഗ്ലീഷ് ക്ലാസ് വരാത്ത ടീച്ചർ? ചോദിക്കാൻ മാമിന്റെ നമ്പർ ഒന്നും ഇല്ലല്ലോ, അതല്ലേ? വേറെ ആരോട് ചോദിക്കാനാ? അതെ, വേറെ ആരോട് ചോദിക്കാൻ? ഞങ്ങൾ തമ്മിൽ അങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, സന്തോഷം. സന്തോഷം, സങ്കടം വന്നതിലും സന്തോഷം എനിക്ക്. ഓക്കെ, അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. പോട്ടെ, സൈനോട്ട് പറയൂ, ഞാൻ പറഞ്ഞുള്ളൂ. മാം സൈനോട്ട് പറയട്ടെ? Thank you everyone for attending today's class. Today we learned about empathetic pronoun and reflexive pronouns. We had a productive day. See you all in the next section. Thank you. Thank you, ma'am. Okay, so thank you all. See you on tomorrow. Okay, thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, miss.
Thank you, Miss. Thank you, ma'am.